എല്ലാ കൂട്ടുകാർക്കും റാങ്ക് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒറിജിനൽ കോപ്പി ടൈപ്പ് ചെയ്തതോ അച്ചടിച്ചതോ അല്ല. ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ ഹീലിയം നിറച്ച ഒരു പ്രത്യേക പെട്ടികളിലാണ് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയിരിക്കുന്നത് പ്രേം ബിഹാരി നാരയിൻ റായ്സാദ്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നാരയിൻ റായ്സാദ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. അങ്ങനെ നിയമനിർമ്മാണ സഭയുടെ പ്രസിഡൻ്റായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കറായത് GV മാവ്ലങ്കാറാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ സെക്രട്ടറി ആയത് HVR അയ്യങ്കാർ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയത് HVR അയ്യങ്കാർ. 11 സെക്ഷനുകളിലായി 165 ദിവസം കൊണ്ടാണ് അസംബ്ലി സമ്മേളിച്ചിട്ടുണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണം പൂർത്തിയാക്കാനായി എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസമാണ് PSA ആൻസർ. ചില പുസ്തകങ്ങളിൽ അത് 2 വർഷം 11 മാസം 18 ദിവസം എന്ന് കാണാം. എന്നാൽ PSC നൽകിയിരിക്കുന്ന ആൻസർ 17 ദിവസമാണ്. 2 വർഷം 11 മാസം 17 ദിവസമാണ് ഭരണഘടനാ നിയമനിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം. ഇതിന് ചെലവായ തുക 64 ലക്ഷം രൂപയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1949 നവംബർ 26 ദേശീയ നിയമ ദിനമായി ഭാരതം ആചരിക്കുന്നതും നവംബർ 26 ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24 എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? 284 അംഗങ്ങളാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഒപ്പുവെച്ച ഡേറ്റ് 1950 ജനുവരി 24. ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26. ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാനായിട്ട് പ്രധാനമായും ഉണ്ടായ ഒരു കാരണം 1929 ലാഹോർ സെക്ഷൻ പ്രകാരം 1930 പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചു. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചത്. 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഇത് തീരുമാനിച്ചത്, അതായത് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിക്കാം എന്ന തീരുമാനമെടുത്തത് 1929 ലാഹോർ സെക്ഷനിലാണ്.
ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി അങ്ങനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധികാരത്തിൽ വരുന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും നിലവിലുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അനുച്ഛേദങ്ങൾ മാറ്റമുണ്ടാകാം. പട്ടിക 12 പട്ടികയായി, ഭാഗങ്ങൾ 25 ഭാഗങ്ങളും ആയി. അനുച്ഛേദങ്ങൾ 448 അതിലും മേലെയൊക്കെ ആയിട്ടുണ്ട്. പട്ടിക 8 എന്നുള്ളത് 12ആയി, ഭാഗം 22 ആയിരുന്നത് 25 ആയി. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്നതിനും മുമ്പ് തന്നെ ചില ആർട്ടിക്കിളുകൾ നിലവിൽ വരുന്നിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് കെ.സി. വെയർ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചു. ക്വാസി എന്നതിനർത്ഥം അർദ്ധ എന്നാണ്, അർദ്ധ ഫെഡറൽ. ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് കെ.സി. വെയർ. കോർപ്പറേറ്റ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. കോർപ്പറേറ്റ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ്. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പൗൾ ആപ്ലബി. എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പൗൾ ആപ്ലബി. നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. ഇതിനെ വിമർശിച്ചവരും ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ തനിപ്പകർപ്പെന്ന് വിമർശിച്ചത് എൻ ശ്രീനിവാസൻ ആയിരുന്നു. എന്താണ് വിമർശിച്ചത്? ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ തനിപ്പകർപ്പ് എന്നാണ് എൻ ശ്രീനിവാസൻ വിശേഷിപ്പിച്ചത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചത്. വിശേഷണമല്ല, അത് ഒരു വിമർശനമാണ് എന്ന് പറഞ്ഞത് സർ ഐവർ ജെന്നിങ്സ്. അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ യാതൊരു മാറ്റവും കൂടാതെ അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നാണ് സർ ഐവർ ജെന്നിങ്സ് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപരമായി പ്രായപൂർത്തി വോട്ടവകാശം കൂടി ചേർത്ത 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞത് പി.ആർ. ദേശ്മുഖ്. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിൻ്റെയും സംഗീതമായിരുന്നു, പക്ഷെ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിൻ്റെ സംഗീതമാണ് എന്ന് പറഞ്ഞത് കെ. ഹനുമന്തയ്യ. പാശ്ചാത്യ അടിമത്തത്തിൻ്റെ അനുകരണം, അതുമാത്രമല്ല ഇത് പാശ്ചാത്യ ലോകത്തോടുള്ള അടിമത്തപരമായ കീഴടങ്ങൽ കൂടിയാണ് എന്നും കൂടി വിമർശിച്ചത് ലോക്നാഥ് മിശ്ര. ഈ ഹനുമന്തയ്യ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണോ ഗാന്ധിജി ഒരിക്കലും ആവശ്യപ്പെടാത്തതും സങ്കല്പിക്കാത്തതും അത്തരത്തിലുള്ള ഒന്നിൻ്റെ തനിപ്പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്നും പറഞ്ഞിരുന്നു.
ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയമനിർമ്മാണ സമിതി നിലവിൽ വരുമ്പോൾ 22 കമ്മിറ്റികൾ നിലവിൽ വന്നിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങൾ 7 ആയിരുന്നു. ആകെ അംഗങ്ങൾ 7. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അഥവാ പിതാവ് എന്നൊക്കെ ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്നു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഡോക്ടർ PR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തൽ, DP ഗെയ്താൻ എന്നിങ്ങനെ 7 പേരാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നത്. അമ്മയ്ക്ക് GK പഠിക്കാൻ മിക്സർ വേണം എന്ന കോഡ് ഉപയോഗിച്ച് ഇവരെ ഓർത്തെടുക്കാവുന്നതാണ്. ഇതെനിക്ക് എവിടെ നിന്നും കിട്ടിയ കോഡാണ് കേട്ടോ, എൻ്റെ സ്വന്തം കോഡൊന്നുമല്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ യൂസ് ചെയ്യാം. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, BL മിത്തർ, DP ഗെയ്താൻ. ഇതിൽ 2 പേരും വ്യത്യസ്ത ആയിട്ടുണ്ട്. അതായത് BL മിത്തർ രാജിവെച്ചിരുന്നു. രാജിവെച്ചതിന് ശേഷം വന്ന അംഗമാണ് മാധവറാവു. മിത്തറിന് പകരം മാധവറാവു. MM നോർത്തിരുന്നാൽ മതി. ഒരു M പോയി ഒരു M തന്നെയാണ് വന്നത്. മിത്തറിന് പകരം മാധവറാവു. DP ഗെയ്താന് പകരം കൃഷ്ണമാചാരി, TT കൃഷ്ണമാചാരി. DP ഗെയ്താന് പകരം TT കൃഷ്ണമാചാരിയാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമാണ് എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി നസറുദ്ദീൻ അഹമ്മദ്. ഈ നസറുദ്ദീൻ അഹമ്മദ് ബംഗാളിലെ മുസ്ലിം സംവരണ മണ്ഡലത്തിൽ നിന്നും വന്നിരിക്കുന്ന ആളാണ്. ബംഗാളിലെ മുസ്ലിം സംവരണ മണ്ഡലത്തിൽ നിന്നും വന്ന ആളാണ് നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ്. ഇനി മറ്റ് കമ്മിറ്റികളിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ നോക്കാം. പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളുടെയും ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെ ആയിരുന്നു. പിന്നെ ചില പ്രധാനപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു. അപ്പോൾ യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ഇതെല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. യൂണിയനും സ്റ്റേറ്റും അങ്ങനെ ആലോചിച്ചാൽ മതി. യൂണിയനും സ്റ്റേറ്റും ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഈ മൂന്നും ജവഹർലാൽ നെഹ്റു
നേതൃത്വം നൽകിയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേലാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ന്യൂനപക്ഷ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് സർദാർ വല്ലഭായി പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ന്യൂനപക്ഷ കമ്മിറ്റിയും സർദാർ വല്ലഭായി പട്ടേൽ. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അറിയാം, അംബേദ്കറാണ്. സർദാർ വല്ലഭായി പട്ടേൽ തന്നെയാണ് മൗലിക അവകാശങ്ങളും. മൗലികാവകാശം, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, ഇതെല്ലാം സർദാർ വല്ലഭായി പട്ടേൽ നേതൃത്വം നൽകിയതാണ്. അതുപോലെ തന്നെ ട്രൈബൽ കമ്മിറ്റിയും സർദാർ വല്ലഭായി പട്ടേലാണ് നേതൃത്വം നൽകിയത്. ഇപ്പോൾ സർദാർ വല്ലഭായി പട്ടേൽ 4 കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, ട്രൈബൽ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നിവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. അതുപോലെ തന്നെ മൗലികാവകാശം, അത് പ്രധാനപ്പെട്ടതാണ്. മൗലികാവകാശത്തിൻ്റെ കമ്മിറ്റിയും നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഇനി മൗലികാവകാശം മൗലികാവകാശ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേലാണെങ്കിലും മൗലികാവകാശം സബ് കമ്മിറ്റി JB കൃപലാനിയാണ് നേതൃത്വം നൽകിയത്. അത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. മൗലികാവകാശ സബ് കമ്മിറ്റി മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനിയാണ് നേതൃത്വം നൽകിയിരുന്നത്. JB കൃപലാനി നേതൃത്വം നൽകിയത് മൗലികാവകാശ സബ് കമ്മിറ്റി. ന്യൂനപക്ഷ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേലായിരുന്നു. എന്നാൽ ന്യൂനപക്ഷത്തിൻ്റെ സബ് കമ്മിറ്റി HC മുഖർജി ആയിരുന്നു. ന്യൂനപക്ഷ കമ്മിറ്റി സർദാർ വല്ലഭായി പട്ടേൽ, എന്നാൽ ന്യൂനപക്ഷ സബ് കമ്മിറ്റി HC മുഖർജി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. റൂൾസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അതും രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അതും രാജേന്ദ്ര പ്രസാദാണ്. റൂൾസ് സ്റ്റിയറിങ് നേതൃത്വം നൽകിയ ആളാണല്ലോ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ സ്റ്റിയറിങ്ങൊക്കെ പിടിച്ച് അതിൻ്റെ റൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ രാജേന്ദ്ര പ്രസാദാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സ്റ്റിയറിങ്ങും പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്ലാഗും വെച്ചിട്ടാണ് രാജേന്ദ്ര പ്രസാദ് പോകുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പിന്നെ അതിന് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയായിരിക്കുമല്ലോ വഹിക്കുക. അപ്പോൾ അത് ഫിനാൻസും രാജേന്ദ്ര പ്രസാദ് തന്നെ. അപ്പോൾ ഒന്ന് ആലോചിക്കാം, റൂൾസ് ആൻഡ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, പിന്നെ ഫ്ലാഗ്, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് സ്റ്റാഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ 4 രാജേന്ദ്ര പ്രസാദാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഭരണഘടന നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് JV മാവ്ലങ്കാറാണ്. ഭരണഘടനയുടെ നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി GV മാവ്ലങ്കാർ എൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി ഹൗസ് എന്ന് ആലോചിച്ചാൽ മതി. പട്ടാഭി സീതാരാമയ്യ ആണ് ഹൗസ് കമ്മിറ്റി. ഇനി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ഭരണഘടനയുടെ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയും ക്രെഡൻഷ്യൽ കമ്മിറ്റിയും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്
ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റിയും ക്രെഡൻഷ്യൽ കമ്മിറ്റിയും. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. പട്ടാഭി സീതാരാമയ്യയുടെ ഒരെണ്ണം കൂടിയുണ്ട്, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റി. അപ്പോൾ പട്ടാഭി സീതാരാമയ്യ 2 ഉണ്ട്, ഹൗസ് കമ്മിറ്റിയും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റി. ഇത് രണ്ടും പട്ടാഭി സീതാരാമയ്യ ആണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.